ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരുടെ ഇലക്ഷനായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുകയാണ്. അത് ഡിസംബർ 20 ഇതിന്റെ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ 20 പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്ന രൂപത്തിലായിരിക്കും എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മിക്കവാറും ഡിസംബർ ആദ്യം തന്നെയായിരിക്കും. ഒരു വട്ടം കൂടി ഈ വോട്ടർ പട്ടിക പുതുക്കുവാനും സാധ്യതയുണ്ട് എന്നാണ് ഇന്നത്തെ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഡിസംബർ 20 മുമ്പ് പുതിയ ഭരണസമിതി അധികാരം ഏൽക്കും എന്നാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാരുടെ ഇലക്ഷൻ ആണല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. സാധാരണക്കാരാണ് സ്ഥാനാർത്ഥിയെയും തീരുമാനിക്കുന്നതും ഓരോ വാർഡിലെയും കാര്യങ്ങൾ സാധാരണ നേരിട്ടറിയാവുന്ന ആളുകൾ പരസ്പരം തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് നേരിട്ടറിയാവുന്ന വോട്ടർമാരും ഒക്കെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതകളുള്ളത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സാധാരണക്കാർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മളിപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിനൊക്കെ നേക്കാളൊക്കെ സാധാരണക്കാർക്ക് അറിയാവുന്ന സ്ഥാനാർത്ഥി, സാധാരണക്കാർ നേരിട്ട് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി എന്നൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആവേശം കൂടുതൽ ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അടിത്തറയിലുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഓരോ വാർഡിലെയും കൃത്യമായ വോട്ട് വിഹിതം രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാക്കുവാനും അതിനൊക്കെയുള്ള ഒരു പട്ടിക തയ്യാറാക്കുന്നതിനും ഒക്കെയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അതുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പുകളൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കുവാൻ സാധ്യതയുണ്ട്. സംവരണ നറുക്കെടുപ്പ് ഒക്കെ അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പുകളൊക്കെ ഇനി അധികം താമസിയാതെ തന്നെ നടക്കുവാനും ചൂടിലേക്ക് ഗ്രാമാന്തരങ്ങൾ എത്തിയിരിക്കുകയാണ്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഒന്നാണല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പ്, സാധാരണക്കാർ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി നേരിട്ടറിയുന്ന വോട്ടർമാർ, ഇതൊക്കെയാണ് പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർക്കിടയിൽ ഈ തെരഞ്ഞെടുപ്പിന് ഇത്രയും പ്രാധാന്യം ഏറുന്നത്. തീർച്ചയായും അടുത്ത മാസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏകദേശം 3 മാസമാണ് ഇനി ടോട്ടലായി ബാക്കിയുള്ളത്. അതിനുള്ളിൽ സംവരണം, വോട്ടെടുപ്പ്, വാർഡുകളുടെ തീരുമാനം ഒക്കെ ഉണ്ടാവും. നല്ലൊരു ശതമാനം സ്ത്രീ സംവരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സ്ത്രീകൾക്ക് സംവരണമുണ്ട്. അതിന്റെ പുറമെ നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന സംവരണം അതിന്റെ ഒക്കെ ഉണ്ട്. അത് ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായ സംവരണം അത് നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത്. ഇതും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സ്ത്രീകൾക്ക് നല്ല മുൻഗണന നൽകുന്നു എന്നതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. SIR നടപ്പാക്കുന്നത് മിക്കവാറും പഞ്ചായത്ത് ഇലക്ഷന് ശേഷമായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് പ്രഖ്യാപനങ്ങളൊന്നും വന്നില്ല എങ്കിലും ഈ ഇലക്ഷന്റെ ഇടയിൽ അതിനൊരു സമയം കണ്ടെത്തുക പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ SIR നടപ്പാക്കുന്നത് മിക്കവാറും പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഡിസംബർ കഴിഞ്ഞതോടുകൂടി ആയിരിക്കും SIRന്റെ നടപ്പാക്കുന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഡിസംബർ 20 ഈ ഭരണസമിതി അധികാരമേൽക്കും. അതിന്റെ മുൻപായിട്ട് തന്നെ അതിന്റെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും SIR നടപ്പാക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും പഞ്ചായത്ത് ഇലക്ഷൻ വളരെ
പ്രാധാന്യമുള്ള ഒരു ഇലക്ഷൻ കൂടിയാണ്. ഇപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മുന്നത്തെ പോലെയല്ല, ഓരോ ദിവസം ചെല്ലും തോറും പഞ്ചായത്ത് പ്രാദേശിക ഭരണ സമിതികൾക്ക് അധികാരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം നടപ്പാക്കുന്നതും നടപ്പിൽ വരുത്തുന്നതും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ വഴിയാണല്ലോ. അപ്പോൾ തീർച്ചയായും പഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഈ തിരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പ് എല്ലാവിധ ഫണ്ടുകളും അതുവഴിയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ കൂടുതലും ചെലവഴിക്കുന്നതും അതുവഴിയാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതും. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇത്രയധികം പ്രത്യേകതകളുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും അടുത്ത 1-2 മാസങ്ങൾ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തിനുള്ളിൽ ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വന്ന പ്രഖ്യാപനങ്ങളിൽ നിന്നൊക്കെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അടുത്ത 3 മാസങ്ങൾക്കുള്ളിൽ ഡിസംബർ 20 പുതിയ ഭരണസമിതി അധികാരത്തിലെത്തും. അതിനു മുമ്പ് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ, വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളൊക്കെ അതിന്റെ മുൻപ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസംബർ 20 ഈ ഭരണസമിതി അധികാരമേൽക്കുന്നതിനുള്ള സമയം എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പങ്കുവെക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള വീഡിയോകൾ തീർച്ചയായും ഉണ്ടാവും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.